എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അങ്ങനെ ഓണത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഈ ഓണം സീസൺ ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈറ്റ് ഗോൾഡിൽ തന്നെ മെറ്റീരിയൽസാണ്. ലാൽജിവാല ബ്രാൻഡ് തന്നെ കേട്ടോ. വൈറ്റ് ഗോൾഡിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. ഹോൾസെയിൽ വിലയാണത്. GST ഉൾപ്പെടെ ഏകദേശം ഒരു 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസസ് ആണ്. ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് 10 പീസസ് എടുക്കണം, എന്നാൽ മാത്രമാണ് ആ റേറ്റിൽ കിട്ടുള്ളൂ. റീറ്റെയിലായിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റീറ്റെയിലിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ് ഒരു പീസിന്. ഒരു പീസ് മുതൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. റീറ്റെയിലായിട്ട് എടുക്കുന്ന ഷിപ്പിംഗ് മാത്രമാണ് ഫ്രീ ഉള്ളത്. അത് ഒരു പീസായിട്ട് ഓർഡർ ചെയ്താലും ഷിപ്പിംഗ് ഫ്രീ ആണ്. അത് റീറ്റെയിലിന് മാത്രമാണ് കേട്ടോ. ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് വരാം. ഓൺലൈനായിട്ട് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 2 നമ്പറിലും വാട്സാപ്പ് ഉള്ളതാണ്. ഹോൾസെയിലായിട്ട് വേണ്ടവർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പറിലും, റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൽ നിന്ന് കൊടുത്തേക്കുന്ന ആ നമ്പറിലും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മാക്സിമം കോൾസ് കുറയ്ക്കാൻ നോക്കുക. എന്നുവെച്ചാൽ കോൾസ് വരുമ്പോൾ നമ്മുടെ വർക്കിങ്ങിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. അന്നേരം റേറ്റിൽ കാര്യങ്ങളിലും വ്യത്യാസമൊക്കെ ഉണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യുന്നവർ ആ സമയത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ സീസൺ സമയത്ത് നമ്മൾ സൺഡേയ്സ് തുറന്നിട്ടില്ല. ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൺഡേയ്സ് നമ്മൾ ഓപ്പൺ അല്ല എന്ന് പറയുന്നത്. പിന്നെ മെസ്സേജ് ചെയ്യുക, ഫോട്ടോസ് മേടിക്കുക. അപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾ തിരിച്ചയച്ചു കൊടുക്കുക. ഇന്ത്യ പോസ്റ്റാണ് കൊറിയറാണെന്നുള്ളതും മെൻഷൻ ചെയ്യണം. ഒപ്പം അഡ്രസ്സും അയച്ചു കൊടുക്കണം. അഡ്രസ്സ് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു സെയിൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ നമുക്കില്ല. പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നാളത്തേക്കാണ് ഡിസ്പാച്ച് ഉള്ളൂ. രാവിലെ ചെയ്യുന്ന ചില കൊറിയറിനുള്ള ഐറ്റംസ് മാത്രം ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ ട്രൈ ചെയ്യും. അല്ല പാഴ്സലാണ് പിന്നെ ഇന്ത്യ പോസ്റ്റൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ മാത്രമാണ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. കേരളത്തിലകത്താണെങ്കിൽ ഇപ്പം 10 പീസസ് കൊറിയറിനകത്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 100 രൂപ വരും. 25 പീസസ് എടുക്കണതിന് 175 രൂപ വരും. പാഴ്സൽ സർവീസ് ആണെങ്കിൽ ഒരു 160 മുതൽ 190 രൂപ ആ ഒരു ഇൻ ബിറ്റ്വീൻ വരും പാഴ്സൽ സർവീസിൽ അയക്കുമ്പോൾ. ഇന്ത്യ പോസ്റ്റ് കഴിക്കുമ്പം 10 പീസിന് 140 രൂപ എന്നുള്ള ഇത് വരും. അതിപ്പോൾ സാധാ മെറ്റീരിയലിനാണ് ആ റേറ്റ് വരുന്നത്. GSM കൂടുതലുള്ള ഐറ്റമൊക്കെ ആണെങ്കിൽ റേറ്റിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരും. 320 10 പീസ് അയക്കുമ്പോൾ 160 രൂപ വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇന്ത്യ പോസ്റ്റിലുണ്ട്. നിയർ ബൈ കൊറിയർ ഓഫീസൊന്നും ഇല്ല, പാഴ്സൽ ഓഫീസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇന്ത്യ പോസ്റ്റിന് ഓപ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പിന്നെ ഔട്ട്സൈഡ് കേരള, അതും ഇന്ത്യ പോസ്റ്റിനായിരിക്കും ബെറ്റർ. കുറച്ച് പീസസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ. അധികം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഓൾ ഇന്ത്യ ലെവലിൽ പറയുന്നത് പാഴ്സൽ സർവീസ് തന്നെയാണ് ബെറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അധികം മീൻസ് ഒരു കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ എങ്ങനെ പോയാലും ഇപ്പോൾ സൗത്ത് ഇന്ത്യയൊക്കെ ആണെങ്കിൽ ഒരു 60 പീസിൻ്റെ മുകളിലേക്ക് വേണം. അല്ല കുറച്ചും കൂടെ ഇതാണെങ്കിൽ ഒരു 100 പീസ് അത്രയൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറൊക്കെ ഇന്ത്യ പോസ്റ്റ് തന്നെയായിട്ട് ഉള്ളൂ. അത് ഇന്ത്യ പോസ്റ്റിൽ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ വർദ്ധമാൻ, രാഹുൽ, ലാൽജിവാല ഈ എല്ലാ ഐറ്റംസും നമുക്ക് സ്റ്റോക്കിലുണ്ട്. അജറക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ചുങ്കിടി സ്റ്റോക്കിലുണ്ട്. 320 മാത്രമാണ് ഷോർട്ടായിട്ടുള്ളത്. അത് കുറച്ച് ഇൻറ്റേർണൽ പ്രോബ്ലംസ് ആയതുകൊണ്ട് കാരണം അത് ഡിലേ ആയക്കണെയാണ്. മാക്സിമം സ്പീഡ് നമ്മളത് എത്തിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് വരാനുള്ള ഐറ്റമൊക്കെ ഒരു വഴിക്ക് മാറിപ്പോയതുകൊണ്ടാണ് അതങ്ങനെ ഡിലേ ആയിട്ട് പോയത്. കുറച്ച് പേര് നൈറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഈ പ്രാവശ്യം നമ്മളങ്ങനെ ഒരുപാട് ചെയ്തില്ല. അതാണ് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പീസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഇട്ട് തരാം. ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അത്ര ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തില്ലായിരുന്നു. ഒരു 10-100 പീസ് മാത്രമാണ് ചെയ്തത്, അത്യാവശ്യം ചോദിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ അങ്ങനെ നമ്മൾ ചെയ്യാമായിരുന്നത്. അത് നൈറ്റ് വേണ്ടവർ മെസ്സേജ് ചോദിച്ചാൽ മതി. നൈറ്റ് ഉണ്ട്. കുറച്ച് ഒരുപാട് കളക്ഷൻസ് എക്സ്പെക്റ്റ് ചെയ്യരുത്. കുറച്ച് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ തരാം. അത് നമ്മൾ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യും. അതിന് പകരം നിങ്ങൾക്ക് വേറെ ഐറ്റമൊക്കെ തരും കേട്ടോ. അപ്പോൾ അതിന് ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെറ്റീരിയൽ കട്ട് ചെയ്യരുത്. നല്ല വെട്ടത്തിൽ നോക്കി ഡാമേജ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമാണ് മെറ്റീരിയൽ കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മെറ്റീരിയൽ കട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം. എല്ലാവർക്കും എല്ലാ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല രീതിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.